ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ കർണാടക സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഉപ്പുമാവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന പാനിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നെയ്യിലാണ് റവയൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ജസ്റ്റ് ഇതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് അതേ കപ്പിൽ തന്നെ, റവ അളക്കുന്ന അതേ കപ്പിൽ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി എടുക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ആ നെയ്യിൻ്റെ ഫ്ലേവർ ശരിക്കും ഒരു റവയായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയം മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി. ഒത്തിരി സമയം ചെയ്തിട്ട് റവയുടെ കളർ മാറി ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒരിക്കലും ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അതിനുശേഷം അതേ പാത്രം തന്നെ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഞാൻ നിലക്കടല കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ നിലക്കടല കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ചെറിയൊരു കളർ മാറി വരുന്നവരെ മാത്രം, ഒത്തിരി സമയം ചെയ്യരുത്. അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാനൊന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പൊട്ടുകടലയും കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് പോലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനൊരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് ക്യാരറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്യാരറ്റും സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയും ക്യാരറ്റൊന്നും ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ്, നമ്മൾ കറിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന ഒരു പാകത്തിൽ ചെയ്തെടുക്കരുത്. ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവക്ക് നമ്മൾ ഇപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3 കപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതുപോലെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇതുപോലെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല. പിന്നെ അതുപോലെ 1 കപ്പ് റവയ്ക്ക് ഇത്രയധികം വെള്ളവും നമ്മൾ പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ കിട്ടുമെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ച പുറത്തുനിന്ന് കർണാടക ആ ഭാഗത്തു നിന്നൊക്കെ കഴിച്ചവർക്ക് എന്തായാലും അറിയുന്നുണ്ട്. അതിൻ്റെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് 100% നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പാല് ചേർത്ത് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്ത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാല് ചേർത്തിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ കുറച്ച് കുഴഞ്ഞൊരു പാകത്തിനാണുള്ളത്. പക്ഷേ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ട് ഞാൻ തവി വെച്ചിട്ട് ഒന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ട്, ശരിക്കും തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ്, നല്ല വേർപെട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു ഉപ്പുമാവിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ
ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.